എന്താ മോൻ്റെ പേര്? ഷാരോൺ. നമുക്കൊരു വെറൈറ്റി മെഡിസിൻ ചെയ്താലോ? ഓക്കെ, മോൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം, മോന് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു കളറൊന്ന് വിചാരിക്കുമോ? ബ്ലൂ. മോൻ ബ്ലൂ വിചാരിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ബ്ലൂ കാർഡ് എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന് ഷാരോൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഷാരോൺ ബ്ലൂ കളർ തന്നെ പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ബ്ലൂ ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ഓക്കെ, എൻ്റെ ഈ പോക്കറ്റിൽ വേറെ ഒന്നും ഇല്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. ഇതല്ല നമ്മൾ ചെയ്തത്, ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രഡിക്ഷനാണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് ഞാൻ മുൻകൂട്ടി വയ്ക്കും. ഒന്ന് കയ്യിലൊന്ന് ടച്ച് ചെയ്യും, ഒന്ന് ശ്വാസം ഒന്ന് എടുക്കും, മനസ്സ് ശരീരം ഒന്ന് റിലാക്സ് ആവട്ടെ, ടെൻഷനൊന്നും ആവണ്ട, ഫുൾ റിലാക്സ്. ഓക്കെ, ഞാനൊരു കാര്യം പ്രഡിക്റ്റ് ചെയ്യും. പ്രഡിക്റ്റ് ചെയ്തതിന് ശേഷമേ ഞാൻ ചോദ്യം ചോദിക്കുകയുള്ളൂ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞാൽ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അത് വിചാരിച്ച് കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മൈൻഡ് റീഡ് ചെയ്താണ് കണ്ടുപിടിച്ചത്. പക്ഷേ മൈൻഡ് റീഡിംഗ് അല്ല, ഞാൻ ഒരു കാര്യം വിചാരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ച് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാനത് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവരാ ഉത്തരം പറയും. ഓക്കെ, ഞാൻ ഒരു പ്രഡിക്ഷൻ എഴുതാട്ടെ. ഓക്കെ, ഞാൻ പ്രഡിക്ഷൻ നടത്തി ഇവിടെ വെച്ചേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ബുക്കാണ്. ഇതിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന, ഞാൻ ഒരുപാട് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ട്. ആ കഴിച്ചിട്ടുള്ള വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്, അല്ലാത്ത ഫ്രൂട്ട്, എല്ലാവർക്കും അറിയാനുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ആ ഫ്രൂട്ട്സിൻ്റെ പേരുകളെല്ലാം ഞാനിവിടെ എഴുതി വയ്ക്കുന്നത്. ആ ഫ്രൂട്ട്സിൻ്റെ പേരൊക്കെ ഞാനൊന്ന് വായിക്കാം, കേട്ടോണേ. ആദ്യത്തേത് ഓറഞ്ച്, ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, വാട്ടർമെലൺ, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പയ്ക്ക, ഗൂവ, ചെറി, കിവി, അവോക്കാഡോ, ബനാന, പാഷൻ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ, അങ്ങനെ ഒരു 15 എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ മോൻ്റെ അടുത്ത് ചോദിക്കാൻ പോണേ, മോനെ ഈ 15 ഇഷ്ടമുള്ള ഒരെണ്ണം മോനെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ മോൻ ഏത് സെലക്ട് ചെയ്യും? ആപ്പിൾ മോൻ സെലക്ട് ചെയ്യും. മോൻ സെലക്ട് ചെയ്തതിന് ഇനി ചേഞ്ച് ചെയ്യാൻ അവസരം തന്നെ ചേഞ്ച് ചെയ്യണോ? ആപ്പിൾ തന്നെ മോനും മതി. പക്ഷേ ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഷാരോൻ്റെ അടുത്ത് ചോദിച്ചത് ഷാരോൺ ആപ്പിൾ തന്നെ പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഞാനിവിടെ മോൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം എഴുതിയപ്പോൾ ഞാൻ മോൻ്റെ കയ്യിൽ ടച്ച് ചെയ്തല്ലോ. കയ്യിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മോനെ കൊണ്ട് ആപ്പിൾ പറയിപ്പിക്കാൻ വേണ്ടി ഞാനത് മോൻ്റെ മനസ്സിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് തന്നാണ്. ഓക്കെ, എൻ്റെ പ്രഡിക്ഷൻ ശരിയാണോ ഇല്ലയോ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, മോൻ ആപ്പിളല്ലേ പറഞ്ഞത്, ചേഞ്ച് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഫോണൊന്ന് എടുത്തുകൊണ്ട് വരും, എൻ്റെ പ്രഡിക്ഷൻ കാണാം. മോൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചതാണ് ആപ്പിളാണ്. ഇത്രയും ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ ആപ്പിൾ തന്നെ മോൻ സെലക്ട് ചെയ്തതിന് വേറൊരു കാര്യമില്ലല്ലോ. താങ്ക് യു.